നമ്മൾ നോർട്ടൺ തിയറം ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ പ്രോബ്ലം നിങ്ങൾ കാണുന്നുണ്ട്. 20 വോൾട്ടാണ്. നമുക്ക് കാണേണ്ടത് 5 ഓമിലൂടെ ഉള്ളതാണ്. നേരത്തെ ഇതിൽ തെവെനിൻ തിയറത്തിൽ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് എടുത്ത് കളയുക എന്നുള്ളതാണ്. ലോഡ് റെസിസ്റ്റൻസ് എടുത്ത് കളഞ്ഞു. 5 ഓമാണ് എടുത്ത് കളഞ്ഞത്. ആ ഭാഗം ഷോർട്ട് ചെയ്യും കൂടെ വേണം. തെവെനിൻ്റെ നോട്ടൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, അവിടെ ഷോർട്ട് ചെയ്യുക എന്നുള്ളത്. ഷോർട്ട് ചെയ്തിട്ട് അതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഈ കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 8 ഓമിലൂടെയുള്ള കറണ്ട് കാണുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗം എന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണണമെങ്കിൽ 8ഉം 4ഉം പാരലലാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാൽ 8 ഗുണം 4 ഡിവൈഡ് ബൈ 8 പ്ലസ് 4. അതിന് ആ കോമ്പിനേഷനോട് കൂടെ 4 കൂട്ടിയാൽ എന്തായി, ടോട്ടൽ റെസിസ്റ്റൻസ് ആയി. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ റെസിസ്റ്റൻസ് 4 32/12 എന്ന് പറഞ്ഞാൽ 8/3. 4 പ്ലസ് 8/3 എന്ന് പറഞ്ഞാൽ 20/3. കറണ്ട് കാണുമ്പോൾ, അതായത് ഐ എന്ന് പറയുന്ന കറണ്ടാണ് കാണുന്നത്. 20, അതായത് 4 ഓമിലൂടെയുള്ള കറണ്ട് മാത്രമാണ്. നമുക്കതല്ല യഥാർത്ഥത്തിൽ ആവശ്യം. കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം ISC എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആംപിയർ ആണ്. അപ്പോൾ ഈ 3 ആംപിയർ 3 ആംപിയറിൽ 3 ആംപിയർ എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 20/3 മുകളിലെത്തുമ്പോൾ 60 60 ഡിവൈഡ് ബൈ 20 3 ആംപിയർ ആയി. 3 ഗുണം 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 8. കാരണം 4 ഓമിലൂടെയുള്ള, ഏത് 4 ഓമിലൂടെയുള്ള, എ ബിക്ക് പാരലായിട്ട് അല്ലെങ്കിൽ 20 വോൾട്ടിന് പാരലായിട്ട്, അങ്ങനെ ആ എക്രോസ് എടുക്കുന്ന 4 ഓം അല്ല. അക്രോസ് എടുക്കുന്ന 4 ഓമിലൂടെയുള്ള കറണ്ട് അല്ല വേണ്ടത്. നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അത് 8 ഓമിലൂടെ പോകുന്നതാണ്. ആ ചിത്രം ശരിക്കും നോക്കുക. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂള് പ്രകാരം ആ ജംഗ്ഷനിലേക്ക് വരുന്നത് 4 ഓമിലൂടെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 20 വോൾട്ടിൽ നിന്ന് ജംഗ്ഷനിലേക്ക് വരുന്നത് 3 ആംപിയർ കറണ്ടാണ്. അപ്പോൾ ആ 3നെ ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 8. അപ്പോൾ 4 3 ഇൻറ്റു 12 1 ആംപിയർ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടു. 7 മാർക്കാണ് സാധാരണ ഇതിനുണ്ടാവുക. ഇതിന് 2.5 മാർക്ക് കിട്ടും ഇത്രയും ചെയ്യുകയാണെങ്കിൽ. അടുത്തത് ഓപ്പൺ സർക്യൂട്ട് ആർ എൻ കണ്ടുപിടിക്കണം. ആർ എൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ചെയ്യും. കറണ്ട് സോഴ്സ് ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഓപ്പൺ ആക്കുകയും ചെയ്യും. അപ്പോൾ അത് പ്രകാരം നമ്മൾ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇതിൽ കുറേ അധികം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം 4ഉം 4ഉം പാരലലാണ്. 4 4 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 4. ആ കോമ്പിനേഷനോട് കൂടെ 8 കൂട്ടുന്നു. അപ്പോൾ 2 പ്ലസ് 8. പക്ഷേ 2 പ്ലസ് 8 ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോമ്പിനേഷൻ പിന്നെയും പാരലൽ ടു 10 ആണ്. അപ്പോൾ 2 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന് പാരലൽ ടു 10 ആകുമ്പോൾ 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 പ്ലസ് 10. 100 ഡിവൈഡ് ബൈ 20 5 ഓം ആവും. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. 5ാമത്തെ സ്റ്റെപ്പിലാണ് 5 ഓം റെസിസ്റ്റർ അവിടെ പ്ലേസ് ചെയ്യുക. ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ആ 1 ആംപിയറിനെ കറണ്ട് ഡിവിഷൻ റൂള് പ്രകാരം ഇൻറ്റു 5 രണ്ടും 5 ആയതുകൊണ്ട് പിന്നെ ഇൻറ്റു 5 ഡിവൈഡ് ബൈ ടോട്ടൽ 5 പ്ലസ് 5. വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പോൾ 5 പ്ലസ് 5 0.5 ആംപിയർ ആണ്. നമ്മോട് പറഞ്ഞത് എന്തായിരുന്നു? കറണ്ട് കണ്ടുപിടിക്കാനാണ്. എന്ത് കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 5 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?